ഹലോ ഫ്രണ്ട്സ്. ഈ വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ കുട്ടികൾ, ഇപ്പോൾ എനിക്കൊരു ബേബിയാണുള്ളത്. അപ്പോൾ അവന് 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ വരുന്ന ഫിലിംസ് അതുപോലുള്ള സോങ്സൊക്കെ ഞാൻ ഇതുവരെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലിറിക്സ് എന്താണെന്നുള്ളതൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേൾക്കാറുമില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ 90s കിഡ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കൂല, ഓർക്കൂല. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ മോൻ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്ന പാട്ട്, സ്ഥിരമായിട്ടിങ്ങനെ അവൻ്റെ സ്കൂൾ വണ്ടിയിൽ അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന, അവൻ്റെ സ്കൂൾ വണ്ടിയിൽ അതുപോലെ തന്നെ അവൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. ആ പാട്ട് ഞാനിന്ന് കണ്ടു മീൻസ് വീഡിയോ കണ്ട സമയത്ത് ഞാൻ ചിന്തിക്കുക, ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി കാണേണ്ട ഒരു വീഡിയോയോ ഒരു പാട്ടോ അല്ല അതിലുള്ളത്. ഒരു മലയാളം ആൽബം സോങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനാണെങ്കിലും ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കാണേണ്ട ഒരു സംഭവമല്ല കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വേറെ വൃത്തികേട് കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഒരു ആൽബം സോങ്ങിൽ ഒരാളെ കൊല്ലുന്ന രീതിയിൽ കുറച്ച് ബ്ലഡിൻ്റെ കാര്യങ്ങൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളാണ് ആ ലിറിക്സിലും അതുപോലെ തന്നെ വീഡിയോയിലും കാണിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ 3ാം ക്ലാസ്സിൽ നമ്മളൊരു 10ാം ക്ലാസ്, +1 +2 വരെ നമ്മളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ലീവ് അല്ലെങ്കിൽ സ്കൂൾ ഒന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാലോ കളിക്കാനോട് ആ കല്ലിന് മറ്റേ മാവിന് കല്ലേറിയാൽ മറ്റേത് മറിച്ചതൊക്കെയാണ്. ഇപ്പോഴുള്ള പിള്ളേർക്ക് മൊത്തം ഫോൺ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ഫോൺ കൊടുക്കാത്തതിന് ആശാൻ കുറച്ച് ഇഷ്യൂസും കരച്ചിലും ബീച്ചിലൊക്കെ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് നെവർ മൈൻഡാണ്, ഞാൻ അതിലൊന്നും മൈൻഡ് കൊടുക്കുന്നില്ല. പക്ഷെ ഈ പാട്ട് ഞാൻ വെച്ചപ്പോൾ അവൻ ആ പാട്ട് വെക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അങ്ങനെ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഷോക്ക്ഡ്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ പാട്ടുകളൊന്നും പിള്ളേർ കാണുന്ന രീതിയിൽ വെക്കരുത്. കാരണം ഇപ്പോഴുള്ള നമുക്കറിയാം, ആരൊക്കെയോ കൊല്ലുന്നു, ആരൊക്കെയോ മരിക്കുന്നു. എന്തിനാ മരിക്കുന്നത്, എന്തിനാ കൊല്ലുന്നതെന്ന് പോലും നമുക്കറിയുന്നില്ല. മരിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല നമ്മളെന്തിനാ ഇപ്പോൾ മരിച്ചേക്കുന്നതെന്ന്, അല്ലേ? ഇപ്പോൾ കൊന്ന ആൾക്കാർക്ക് മേ ബി അറിയുണ്ടാവില്ല നമ്മളെന്തിനാ കൊന്നതെന്ന്. ആ ഒരു കാലത്തിൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും മാക്സിമം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആൽബം സോങ്സ് ആണ് മാക്സിമം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഒരാളെ കൊല്ലുന്നു, ഒരാളെ ബ്ലഡ് കാണുന്നു, അത് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു. ഇത് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ, എല്ലാ അമ്മമാരും അച്ഛന്മാരും.